വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജി 4ാമത്തെ ചാപ്റ്ററാണ്. പാർട്ട് 2 ആണ്. ഫസ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ജീവികളിലെ രാസസംവേദനം എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ CRT ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. PSC റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടും സിലബസ് വേസ്ഡ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ജീവികളിലെ രാസസംവേദനം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ജീവികളിലെ രാസസംവേദനം. ജീവികളിലെ രാസസംവേദനം. ഹോളണ്ടിലെ സസ്യശാസ്ത്രജ്ഞനായ FW വെൻഡ് സസ്യങ്ങളിലെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്നതിനിടെ ഓട്സ് സസ്യത്തിൻ്റെ ബീജശീർഷാഗ്രം മുറിച്ചെടുത്ത് ജെല്ലി പോലുള്ള പദാർത്ഥമായ അഗറിൻ്റെ കട്ടയിൽ സൂക്ഷിച്ചു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം ബീജശീർഷാഗ്രങ്ങൾ നീക്കം ചെയ്ത് അഗറിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തു. അതായത് അദ്ദേഹം അവിടെ പരീക്ഷണം ചെയ്യാണ്. FW വെൻഡ് എന്ന് പറയുന്ന ഒരു സസ്യശാസ്ത്രജ്ഞൻ ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു പരീക്ഷണം ചെയ്യാണ് അല്ലേ. അദ്ദേഹം ചെയ്യുന്നതെന്നാണ്? സസ്യങ്ങളിലെ വളർച്ചയെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പഠിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ ഈ ഓട്സ് സസ്യം ഉണ്ടല്ലോ, അതിൻ്റെ ബീജശീർഷാഗ്രം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ബീജശീർഷാഗ്രം എന്ന് പറയുമ്പോൾ ഏതാണെന്ന് മനസ്സിലായില്ല? അഗ്രഭാഗം അല്ലേ. ഓക്കെ. അപ്പോൾ ഈ അഗ്രഭാഗം മുറിച്ചെടുത്തിട്ട് ജെല്ലി പോലുള്ള പദാർത്ഥമാണ് ഈ അഗറിൻ എന്ന് പറയുന്നത് അല്ലേ. അഗറിൻ എന്ന് പറയുന്നത് ഒരു ജെല്ലി പോലെയുള്ള പദാർത്ഥമാണ്. ഈ അഗറിൻ്റെ കട്ടയിൽ സൂക്ഷിക്കുകയാണ്. അതായത് ഇതാണ് നമ്മുടെ ചെടി. ഇതിൻ്റെ അഗ്രഭാഗം ഇങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് ഈ ജെല്ലി പോലെയുള്ള കട്ടയാണെന്ന് പറയുന്നത് അഗർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ സൂക്ഷിക്കുകയാണ്. അങ്ങനെ സൂക്ഷിച്ച് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നോക്കാണ് ബീജശീർഷാഗ്രങ്ങൾ നീക്കം ചെയ്തിട്ട്, അതായത് ഈ ശീർഷാഗ്രങ്ങൾ നമ്മൾ മുറിച്ചെടുത്തിട്ടാണ് ഈ അഗറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ തണ്ടുണ്ടല്ലോ അത് അവിടെ നിന്ന് മുറിച്ച് മാറ്റാണ് അല്ലേ. എന്നിട്ട് അത് മാറ്റിയതിന് ശേഷം ഈ അഗറിന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ്. ഓട്സിൻ്റെ ബീജശീർഷാഗ്രം മുറിച്ച ഭാഗത്ത് അഗറിൻ്റെ കട്ട വെച്ചപ്പോൾ സസ്യാഗ്രം മുകളിലേക്കും ഒരു വശത്തായി ചേർത്ത് വെച്ചപ്പോൾ എതിർവശത്തേക്കും വളഞ്ഞു വരുന്നതായി ശ്രദ്ധിച്ചു. അങ്ങനെ അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? ഓട്സിൻ്റെ ബീജശീർഷാഗ്രം മുറിച്ച ഭാഗം ഉണ്ടല്ലോ, ആ മുറിച്ച ഭാഗത്താണ് എന്ത് വെച്ചിട്ടുണ്ടായിരുന്നത്? അഗറിൻ്റെ കട്ട വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നോക്കിയോക്കി, മുറിച്ച ഭാഗത്താണ് അഗറിൻ്റെ കട്ട വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അഗറിൻ്റെ കട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്? ഈ അഗറിൻ്റെ കട്ട വെച്ച ഭാഗം ഉണ്ടല്ലോ, ഈ അഗർ തിരിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ അഗറിൻ്റെ കട്ട വെച്ച ഭാഗത്തെ സസ്യം എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ് അല്ലേ. മുകളിലേക്കാണ് വളർന്നിട്ടുള്ളത് കാണുന്നത്. എന്നാൽ എതിർവശത്ത് നോക്കുകയാണെങ്കിൽ, അതായത് കട്ടയില്ലാത്ത ഭാഗത്തിൽ അതിന് ഓപ്പോസിറ്റ് വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വളഞ്ഞിങ്ങനെ വരുന്നതായിട്ട് ശ്രദ്ധിച്ചു. ബീജശീർഷാഗ്രത്തിൽ നിന്നും അഗറിലേക്ക് എത്തിയ രാസവസ്തുവാണ് സസ്യാഗ്രത്തിൻ്റെ വളർച്ചയ്ക്കിടയാക്കുന്നതെന്ന് പിന്നീട് കണ്ടെത്തുകയും ഇതിന് ഓക്സിൻ എന്ന പേരിടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ബീജശീർഷാഗ്രത്തിൽ നിന്നും അഗറിലേക്ക് എത്തിയ രാസവസ്തുവാണ് അദ്ദേഹം കണ്ടെത്തുന്നതാണ് പറയുന്നത്. ബീജശീർഷാഗ്രത്തിൽ നിന്നും അഗറിലേക്ക് എത്തിയ രാസവസ്തു, അതായത് നമ്മൾ ബീജശീർഷാഗ്രം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ അഗറിൽ. അപ്പോൾ എന്ത് സംഭവിക്കുകയാണെങ്കിൽ ബീജശീർഷാഗ്രത്തിൽ നിന്ന് എന്തുവരാണ്? ഒരു രാസവസ്തു, ഏതോ ഒരു രാസവസ്തു അഗറിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കാരണമാണ് ഈ സസ്യാഗ്രം വളർച്ചയ്ക്ക് അല്ലെ നന്നായിട്ട് വളരാനായിട്ട് കാരണമായത്. ഇതിന് എന്ത് പേരിട്ടു? ഓക്സിൻ എന്ന പേരിടുകയും ചെയ്തു. സസ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഇത്തരം നിരവധി രാസവസ്തുക്കളെ പിൽക്കാല ശാസ്ത്രജ്ഞർ കണ്ടെത്തി. അവ സസ്യ ഹോർമോണുകൾ എന്നറിയപ്പെട്ടു. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഓക്സിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാനായിട്ട് കാരണമായെന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്സിൻ നമുക്കറിയാം സസ്യ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു ഹോർമോൺ, സസ്യ ഹോർമോണാണ് ഈ ഓക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓക്സിൻ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായല്ലോ. അദ്ദേഹം ഓട്സ് സസ്യത്തിൻ്റെ ബീജശീർഷാഗ്രം മുറിച്ചെടുത്തിട്ട് ഈ അഗറിൻ്റെ കട്ടയിൽ സൂക്ഷിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ബീജശീർഷാഗ്രങ്ങൾ നീക്കം ചെയ്ത് നോക്കി. അങ്ങനെ ബീജശീർഷാഗ്രങ്ങൾ നീക്കം ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്? ഈ ബീജശീർഷാഗ്രങ്ങൾ ഉണ്ടല്ലോ, ഈ അഗറിൻ്റെ ഭാഗത്ത് വെച്ചിട്ടുള്ള ബീജശീർഷാഗ്രങ്ങൾ നേരെ വളർന്നതായിട്ടും അല്ലാത്ത വശം എന്ന് പറയുന്നത് വളഞ്ഞു വരുന്നതായിട്ടും അദ്ദേഹം ശ്രദ്ധിച്ചു.
അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് ഇവിടെ എന്തോ ഒരു ഹോർമോൺ ഉണ്ടായിട്ടാണ്, അതാണ് ഈ സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചതെന്ന് മനസ്സിലായി. അതിനെ അദ്ദേഹം ഓക്സിൻ എന്ന് പറയുന്ന പേരിടാണ് ചെയ്യുന്നത്. സസ്യ വളർച്ചയെ സ്വാധീനിക്കുന്ന ഓക്സിൻ എന്ന സസ്യ ഹോർമോണിൻ്റെ കണ്ടെത്തൽ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. സസ്യങ്ങളിൽ മാത്രമാണോ ഹോർമോൺ ഉള്ളത്? അല്ല അല്ലേ. സസ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസൊക്കെ അറിയാമല്ലോ. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, തൈമോസിനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സസ്യങ്ങളിൽ ഹോർമോൺസ് ഉണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മുടെ ഹോർമോൺസിനെ കുറിച്ചിട്ട് അല്ലേ, മനുഷ്യ ശരീരത്തിലുള്ള ഹോർമോൺസിനെ കുറിച്ചും ജീവികളിലുള്ള ഹോർമോൺസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി ഹോർമോണും ജീവൽ പ്രവർത്തനങ്ങളും. വിവിധ തരത്തിലുള്ള ഹോർമോണുകൾ സസ്യങ്ങളിലും ജന്തുക്കളിലും കാണപ്പെടുന്നുണ്ട്. എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കോ? ഇല്ല. ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെയാണ് അതിൻ്റെ ലക്ഷ്യകോശം അല്ലെങ്കിൽ ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ ലക്ഷ്യകോശം എന്ന് വെച്ചാൽ ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെയാണ് ലക്ഷ്യകോശം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, സസ്യങ്ങളിലും ജന്തുക്കളിലൊക്കെ ഹോർമോൺസ് ഉണ്ട്. എല്ലാ ഹോർമോൺസും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കില്ല, ചില കോശങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന കോശത്തിനെയാണെന്ന് പറയുന്നത് ലക്ഷ്യകോശം അല്ലെങ്കിൽ ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്. ഏതൊരു ഹോർമോണിൻ്റെയും ലക്ഷ്യകോശത്തിൽ അതിനനുയോജ്യമായ റിസപ്റ്ററുകൾ ഉണ്ടായിരിക്കും. ഏതൊരു ഹോർമോണിൻ്റെയും ലക്ഷ്യകോശം നോക്കുകയാണെങ്കിൽ, അതായത് ഇതാണ് ഒരു ലക്ഷ്യകോശം എന്ന് വിചാരിക്കോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും, റിസപ്റ്ററുകൾ ഉണ്ടായിരിക്കും. അടുത്ത ലക്ഷ്യകോശം അടുത്തിൽ നോക്കുകയാണെങ്കിലും എന്തുണ്ട്, റിസപ്റ്റർ ഉണ്ട്. അടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, റിസപ്റ്റർ ഉണ്ട്. അപ്പോൾ പറയുന്നത് എല്ലാത്തിലും എന്തുണ്ടായിരിക്കും, ലക്ഷ്യകോശങ്ങളിൽ എന്തുണ്ടായിരിക്കും, റിസപ്റ്ററുകൾ ഉണ്ടായിരിക്കും. ഇവ കോശസ്തരത്തിലും കോശത്തിനുള്ളിലും കാണപ്പെടാം അല്ലെ. കോശസ്തരത്തിനുള്ളിലും കാണപ്പെടാം, അല്ലെങ്കിൽ കോശത്തിനുള്ളിലും ഈ റിസപ്റ്റേഴ്സ് കാണപ്പെടാം, അല്ലെങ്കിൽ കോശസ്തരം എന്ന് വെച്ചാൽ എന്താണ്, പുറമേയുള്ള ഭാഗമാണ്, ആ ഒരു ഭാഗത്തും കാണപ്പെടാം, അല്ലെങ്കിൽ കോശത്തിനുള്ളിലും എന്ത് കാണപ്പെടാനായിട്ട് പറ്റും, ഈ റിസപ്റ്റേഴ്സ് കാണാനായിട്ട് ഇടയാക്കാം. ഹോർമോണുകളും റിസപ്റ്ററുകളും ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. അങ്ങനെ ഇതാണ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോർമോണും റിസപ്റ്ററും കൂടി ചേരാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഓറഞ്ച് കളറിലില്ലേ, ഈ ഓറഞ്ച് കളർ റിസപ്റ്ററാണെന്ന് വിചാരിക്കും, അതാണ് റിസപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ പിക്ചറിൽ, ഈ ഓറഞ്ച് കളറിലുള്ളതാണ് റിസപ്റ്ററുകൾ. ഈ റിസപ്റ്ററിനോടൊപ്പം തന്നെ ഈ ഹോർമോൺ എന്ന് വെച്ചാൽ ഈ വെള്ള കുഞ്ഞു കാണിക്കുന്നില്ലേ, ഈ വെള്ളയും കൂടി ഒരുമിച്ച് വരാണെങ്കിൽ, ഇവിടെ കണ്ട ഈ പിക്ചറിൽ വന്നേക്കുന്നത് കണ്ട, ഈ ഓറഞ്ചിനൊപ്പം അല്ലേ, ഈ ഓറഞ്ചിൻ്റെ ഒപ്പം തന്നെ എന്ത് കാണപ്പെടുന്നുണ്ട്, ഒരു ഹോർമോൺ കാണപ്പെടുന്നുണ്ടല്ലോ. ഇങ്ങനെ കാണപ്പെടുന്നതിനെയാണെന്ന് പറയുന്നത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഹോർമോൺ ഉണ്ട്, റിസപ്റ്റർ ഉണ്ട്, അതിനാൽ തന്നെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്നതാണ് ഇതിനെ അറിയപ്പെടുന്നത്. കണ്ടോ, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഏതാണെന്ന് മനസ്സിലായല്ലോ. ഈ സംയുക്തമാണ് കോശത്തിനുള്ളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നതാണ് കോശത്തിനുള്ളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒരു കോശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കോശത്തിലും എന്തുണ്ടായിരിക്കില്ല, എല്ലാ കോശത്തിലും ഹോർമോൺസ് ഉണ്ടായിരിക്കില്ല, ചില കോശങ്ങളിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയുള്ള കോശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, ലക്ഷ്യകോശം എന്ന് പറയുന്നത് അല്ലെ. ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശങ്ങളെയാണ് ലക്ഷ്യകോശം എന്ന് പറയുന്നത്. ഈ എല്ലാ ലക്ഷ്യകോശങ്ങൾക്കും, അതായത് നമ്മൾ നോക്കുന്ന എല്ലാ ലക്ഷ്യകോശങ്ങൾക്കും എന്തുണ്ടായിരിക്കും, റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ റിസപ്റ്റേഴ്സിനൊപ്പം തന്നെ ഹോർമോൺ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് വിളിക്കാം. ഈ സംയുക്തമാണ് കോശത്തിനുള്ളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ജന്തുക്കളിൽ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ രക്തത്തിലൂടെ ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നു. ജന്തുക്കളിലാണെന്നുണ്ടെങ്കിലോ ഏതാണ്, അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് രക്തത്തിലൂടെ ഈ ലക്ഷ്യകോശങ്ങളിലേക്ക് എത്തുന്നത്. അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് രക്തത്തിലൂടെ ലക്ഷ്യകോശങ്ങളിലേക്ക് എത്തുന്നത് ജന്തുക്കളിലാണെന്നുണ്ടെങ്കിൽ. സസ്യ ഹോർമോണുകൾ വേര്, കാണ്ഡം എന്നിവയുടെ അഗ്രങ്ങളിലോ വിത്തുകളിലോ തളിരിലകളിലോ ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ജന്തുക്കളിലാണെന്നുണ്ടെങ്കിൽ ഹോർമോൺസ് എവിടെ നിന്നാണ് വരുന്നത്, അന്തസ്രാവി ഗ്രന്ഥികളിലെ. അന്തസ്രാവി ഗ്രന്ഥി എന്നൊക്കെ പറയുമ്പോൾ തൈറോയ്ഡൊക്കെ ഇതിനൊരു എക്സാമ്പിളായിട്ട് വലിയ അന്തസ്രാവി ഗ്രന്ഥി അല്ലേ, തൈറോയ്ഡുമായി ബന്ധപ്പെട്ട തൈറോക്സിൻ അല്ലേ. അപ്പം
ഈ തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഈ ജന്തുക്കളിൽ ഈ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അല്ലേ. അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഹോർമോൺസ് രക്തത്തിലൂടെ എത്തിയിട്ടാണ് നമ്മുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നത്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് അല്ലേ. പക്ഷേ സസ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, വേര്, തണ്ട്, അതുപോലെ തന്നെ എന്താണ് വിത്തുകളിലോ തളിരിലകളിലൊക്കെയാണ് ഈ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്കും സൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെയും സംവഹനം ചെയ്യപ്പെട്ടും ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നു. അവ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്കും അതുപോലെ സൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെയും സംവഹനം ചെയ്യപ്പെട്ടിട്ടൊക്കെയാണ് ലക്ഷ്യകോശങ്ങളിലേക്ക് എത്തുന്നത്. പാഠാരംഭത്തിൽ സൂചിപ്പിച്ച പരീക്ഷണത്തിൽ ഓക്സിൻ എങ്ങനെയാണ് സസ്യഭാഗം വളഞ്ഞു വളരാനായിട്ട് കാരണമായത്? അപ്പോൾ നമുക്ക് നോക്കാം. ഓക്സിനുകൾക്ക് പ്രകാശത്തിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള പ്രവണതയുണ്ട്. ഓക്സിനുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രകാശത്തിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള പ്രവണത ആർക്കുണ്ട്? ഈ ഓക്സിനുണ്ട്. ഇത് സസ്യ വളർച്ചയെ എത്രമാത്രം സ്വാധീനിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്കൊരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, സസ്യകാണ്ഡത്തിൻ്റെ നേരെ മുകളിലായിട്ടാണ് സൂര്യപ്രകാശം അല്ലേ. നോക്കി, ഈ കാണ്ഡത്തിൻ്റെ നേരെയായിട്ടാണ് സൂര്യപ്രകാശമുള്ളത് അല്ലേ, നേരെയായിട്ടാണ്. അപ്പോൾ ഓക്സിൻ എന്ന് പറയുന്നത് കേട്ടോ, അങ്ങനെ സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഓക്സിൻ കാണ്ഡത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും തുല്യമായിട്ടാണ് വിതരണം ചെയ്യപ്പെടുക. നോക്കി, നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്, ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ കാണിച്ചിട്ടുണ്ട്. ഈ ഓക്സിൻ എല്ലാ ഭാഗങ്ങളിലേക്കും ഉണ്ടല്ലോ, തുല്യമായിട്ടാണ് അത് വിതരണം ചെയ്യുന്നത് സൂര്യപ്രകാശം നേരെ പതിക്കുമ്പോൾ. ഇനി നോക്കിയേ, ഒരു ദിശയിലാണ് ലഭിക്കുന്നത് സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഈ സൂര്യകാണ്ഡത്തിൻ്റെ ഒരു ദിശയിൽ മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ ഓക്സിൻ തന്മാത്രകൾ ഒരു വശത്തേക്കാണ് നീങ്ങിയിരിക്കുന്നത് അല്ലേ, ഈ ഒരു വശത്തേക്ക് മാത്രമായിട്ടാണ് നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ സസ്യകാണ്ഡത്തിന് ഒരു ദിശയിൽ നിന്ന് മാത്രം പ്രകാശം ലഭിക്കുമ്പോൾ ഓക്സിൻ കാണ്ഡത്തിൻ്റെ എതിർവശത്തേക്ക് നീങ്ങുന്നു. കണ്ടോ, എതിർവശത്തേക്കാണ് നീങ്ങിയിരിക്കുന്നത്. അവിടെയുള്ള കോശങ്ങളിലെ ഹോർമോൺ റിസപ്റ്ററുമായി ഓക്സിൻ കൂടി ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് രൂപപ്പെടുകയും അതിൻ്റെ ഫലമായി കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോർമോണും റിസപ്റ്ററും കൂടി ചേർന്നിട്ട് എന്തുണ്ടാകുമെന്ന്? ഹോർമോൺ റിസപ്റ്റർ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോർമോൺ റിസപ്റ്ററുമായിട്ട് എന്ത് ചേരാണ്? ഓക്സിൻ കൂടി ചേരാണ്. അങ്ങനെ അതാണ് ഈ കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് സഹായിക്കുന്നത്. ഇനി നോക്കിയേ, സൂര്യപ്രകാശത്തിൻ്റെ നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? സൂര്യപ്രകാശം ഒരു വശത്തേക്ക് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്സിനുള്ള ഭാഗത്ത് എന്തൊക്കെയാണ് സംഭവിക്കാന്ന് പറഞ്ഞു. മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ഭാഗത്ത് എന്തായിരിക്കും സംഭവിക്കുക? മേൽവശത്തെ കോശങ്ങൾ ദീർഘീകരിക്കും. കോശ ദീർഘീകരണം സംഭവിച്ച ഭാഗം മറുവശത്തേക്ക് വളയുന്നു. അപ്പോൾ ഈ എന്താ സംഭവിച്ചിരിക്കുന്നത്? വളയാണ് ചെയ്തിരിക്കുന്നത്. ഈ സൂര്യപ്രകാശം ലഭിക്കാത്ത ഒരു മറുവശം എന്ന് പറയുന്നത്, നിഴൽ ഭാഗം എന്ന് പറയുന്നത് വളയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിഴൽ വശത്തെ കോശങ്ങൾ ദീർഘീകരിക്കുകയും കോശ ദീർഘീകരണം സംഭവിച്ച് ഒരു ഭാഗം മറുവശത്തേക്ക് വളയുകയും ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ സൂര്യപ്രകാശം നേരെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ തന്മാത്രകൾ തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടും. ഒരു വശത്തേക്ക് മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ ഓക്സിജൻ തന്മാത്രകൾ ഒരു വശത്തേക്ക് മാത്രമാണ് ഉണ്ടായിരിക്കുക. അവിടുത്തെ ഹോർമോൺ റിസപ്റ്ററുമായി ചേർന്നിട്ടാണ് ഈ എന്തായിട്ട് മാറുന്നത്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് രൂപപ്പെടുന്നത്. എന്നിട്ട് അതാണ് ഈ കോശപ്രവർത്തനങ്ങളെ സഹായിക്കുന്നത്. മറുവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം വളയാണ് ചെയ്യുന്നത് അല്ലേ, കോശ ദീർഘീകരണം സംഭവിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഭാഗം വളയാണ് ചെയ്യുന്നത്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ പങ്ക് ക്ലിയർ ആയല്ലോ. ഇനി സസ്യ ഹോർമോണുകളും ധർമ്മവും. ഇനി എന്തൊക്കെയാണ് ഹോർമോൺസ്? എന്തൊക്കെ ഹോർമോൺസ് അറിയാം? ഓക്സിജൻ അല്ലാതെ വേറെ എന്തൊക്കെ ഹോർമോൺസ് ഉണ്ട് നോക്കാം. സസ്യ ഹോർമോണുകൾ സസ്യ വളർച്ചയെയും മറ്റു പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നത് എപ്രകാരമാണെന്ന് ചിത്രീകരണം 4.3 വിവരണം വിശകലനം ചെയ്ത് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാം. ഇനി നമ്മൾ പറയുന്നത് അബ്സിസിക് ആസിഡ് എന്തിനാണ് സഹായിക്കുന്നതെന്നാണ്. അപ്പോൾ അബ്സിസിക് ആസിഡ് എന്ന് വെച്ചാൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ അബ്സിസിക് ആസിഡ് വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്തുന്നു. അപ്പോൾ അബ്സിസിക് ആസിഡ് എന്തിനാണ് സഹായിക്കുന്നത്? വിത്തുകളുടെ സുപ്താവസ്ഥ, വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്തുന്നതിനായിട്ടാണ്. അതായത് നമുക്ക് നല്ല സൂര്യപ്രകാശം വേണം അല്ലേ, നമുക്കൊരു ചെടി വളരുന്നതിന് വിത്ത് മുളയ്ക്കുന്നതിനായിട്ട് സൂര്യപ്രകാശം ആവശ്യമില്ല അല്ലേ.
ഇത് വളരുന്നതിനായിട്ട് സൂര്യപ്രകാശം വേണം, അതുപോലെ തന്നെ എന്താണ് ജലം വേണം, പിന്നെ മണ്ണ് വേണം അല്ലേ. അപ്പോൾ ഇതിങ്ങനെ അനുകൂല സാഹചര്യങ്ങൾ വരുന്നത് വരെ ഈ വിത്തിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നതിന് സഹായിക്കുന്ന ഏത് ഹോർമോൺ എന്ന് പറയുന്നത് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്, അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ജിബ്ബർലിനുകൾ? ജിബ്ബർലിനുകൾ അല്ലെങ്കിൽ ഗിബ്ബർലിനുകൾ എന്ന് വെച്ചപ്പോൾ എന്താണ്, വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കുന്നതിനായിട്ടാണ് എന്ത് സഹായിക്കുന്നത്, ജിബ്ബർലിനുകൾ സഹായിക്കുന്നത്. അപ്പോൾ ജിബ്ബർലിനുകൾ എന്ന് പറയുന്നത് ഇല്ലാതാക്കാണ് ചെയ്യുന്നത് അല്ലേ, വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കാണ് ചെയ്യുന്നത് ജിബ്ബർലിനുകൾ. അബ്സിസിക് ആസിഡ് സുപ്താവയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സൈറ്റോകിനുകൾ എന്ന് വെച്ചാലോ, മുളയ്ക്കുന്ന വിത്തുകളിൽ കോശവിഭജനത്തെയും വൈവിധ്യവൽക്കരണത്തെയും ഉത്തേജിപ്പിക്കുന്നു. സൈറ്റോകിനുകൾ എന്നാണ് ചെയ്യുന്നത്, മുളയ്ക്കുന്ന വിത്തുകളിൽ കോശവിഭജനം നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ വൈവിധ്യവൽക്കരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന ആരാണ്, സൈറ്റോകിനുകളാണ്. മുളയ്ക്കുന്ന വിത്തുകളിൽ കോശവിഭജനത്തെയും വൈവിധ്യവൽക്കരണത്തെയും സഹായിക്കുന്ന ആരാണ്, സൈറ്റോകൈനുകളാണ്. അപ്പോൾ നമ്മൾ വിത്തുമായിട്ട് ബന്ധപ്പെട്ട 3 ഹോർമോൺസ് പഠിച്ചു, അബ്സിസിക് ആസിഡ്, ജിബ്ബർലിനുകൾ, സൈറ്റോകൈനുകൾ അല്ലേ. ഇത് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ വിത്തുകളെ സുപ്താവസ്ഥ നിലനിർത്തുന്നതിനായിട്ടാണ് അബ്സിസിക് ആസിഡ് സഹായിക്കുന്നത്. ഇനി ജിബ്ബർലിനുകൾ എന്ന് വെച്ചാലോ, ജിബ്ബർലിനുകൾ എന്ന് വെച്ചാൽ വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. സൈറ്റോകിനുകൾ ചെയ്യുന്നതാണ് മുളയ്ക്കുന്ന വിത്തുകളിൽ കോശവിഭജനത്തെയും വൈവിധ്യവൽക്കരണത്തെയും ഉത്തേജിപ്പിക്കുന്നതാണ് സൈറ്റോകിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സുപ്താവസ്ഥയെ സഹായിക്കുന്ന ആരാണ്, അബ്സിസിക് ആസിഡ് ആണ്. ജിബ്ബർലിനുകൾ എന്ന് വെച്ചാൽ സുപ്താവസ്ഥ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. സൈറ്റോകിനുകളാണെങ്കിലോ കോശവിഭജനത്തെയും വൈവിധ്യവൽക്കരണത്തെയും ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓക്സിനുകൾ നമ്മൾ പറഞ്ഞു, കാണ്ഡത്തിന് നീളം കൂട്ടുകയും പാർശ്വമുകള വളർച്ചയെ തടയുകയും ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഓക്സിനുകൾ കാണ്ഡത്തിൻ്റെ നീളം കൂട്ടുന്നതിനായിട്ടാണ് ഓക്സിനുകൾ സഹായിക്കുന്നത് അല്ലേ. സൂര്യപ്രകാശം വരുമ്പോൾ ഇതിൻ്റെ കാണ്ഡത്തിന് നീളം കൂടി എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ കാണ്ഡത്തിന് നീളം കൂടുന്നതിനായിട്ട് എന്താണ് സഹായിക്കുന്നത്, ഓക്സിനാണ് സഹായിക്കുന്നത്. കൂടാതെ തന്നെ പാർശ്വമുകുള വളർച്ചയെ തടയുന്നുണ്ട്, അതുപോലെ ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്സിനുകൾ. ഇനി ജിബ്ബർലിനുകളും സൈറ്റോകിനുകളും. അപ്പോൾ ജിബ്ബർലിനും സൈറ്റോകിനും എന്തിനു സഹായിക്കുന്നതെന്ന് പറഞ്ഞു, വിത്തുമായിട്ട് മുളയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോൺ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ജിബ്ബർലിനുകളും സൈറ്റോകിനുകളും കാണ്ഡങ്ങളിലും വേരുകളിലും കോശവിഭജനത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കോശവിഭജനത്തെ ഉത്തേജിപ്പിക്കുന്ന 2 ഹോർമോൺസ് കൂടിയാണ് ജിബ്ബർലിനുകളും സൈറ്റോകിനുകളും. ഇനി സൈറ്റോകിനുകൾ എന്താണ് ഇതിന് ചെയ്യുന്നത്, കാണ്ഡത്തിന് എന്താ ചെയ്യുന്നത്, കൂടുതലായിട്ട് സൈറ്റോകിനുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുളയ്ക്കുന്ന വിത്തുകളിലെ കേസ് പറയുകയാണെന്ന് എന്താ പറയുന്നത്, മുളയ്ക്കുന്ന വിത്തുകളിൽ കോശവിഭജനത്തെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ വേരുകളിലും കാണ്ഡങ്ങളിലും എന്ത് സഹായിക്കുന്നുണ്ട്, സൈറ്റോകിനുകൾ സഹായിക്കുന്നുണ്ട് കോശവിഭജനത്തിന്. അല്ലാതെ തന്നെ സൈറ്റോകിനുകൾ എന്തിനാണ് സഹായിക്കുന്നത്, പാർശ്വമുകുള വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനായിട്ടാണ് സഹായിക്കുന്നത്. ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിച്ച് പച്ചപ്പ് നിലനിർത്തുന്നതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, സൈറ്റോകിനുകൾക്ക് എക്സാമ്പിളാണ്. എന്നാണ് ഇലകൾ പഴുക്കുന്നത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അത് വൈകിപ്പിച്ചിട്ട് പച്ചപ്പ് നിലനിർത്തുക അല്ലേ, ഇലകൾ പഴുക്കുന്നതും വൈകിപ്പിച്ച് പച്ചപ്പ് നിലനിർത്തുന്നതൊക്കെ എന്നാണ് സൈറ്റോകിനുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, ഓക്സിജൻ വെച്ചാൽ കാണ്ഡത്തിന് നീളം കൂട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പാർശ്വമുകുള വളർച്ചയെ തടയാണ് ചെയ്യുന്നത്, ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. ജിബ്ബർലിനുകളാണെങ്കിലും സൈറ്റോകിനുകളാണെങ്കിലോ കോശവിഭജനത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട്, കോശങ്ങളിലാണെങ്കിലും വേരുകളിലാണെങ്കിലും കോശവിഭജനത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. സൈറ്റോകിനുകളാണെങ്കിൽ പാർശ്വമുകുള വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നുണ്ട്, ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിച്ച് പച്ചപ്പ് നിലനിർത്തുന്നു. ഓക്സിനുകൾ ഇന്ന് നമ്മൾ പൂക്കളുടെ കാര്യമാണ് പറയുന്നത്. ഓക്സിനുകൾ പൂക്കളുടെ ഉൽപ്പാദനത്തെയും ഫലരൂപീകരണത്തെയും സ്വാധീനിക്കുന്നു. ഫലത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും പൂക്കളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ സ്വാധീനിക്കുന്ന ഹോർമോൺ കൂടിയാണ് ഓക്സിനുകൾ എന്ന് പറയുന്നത്. ജിബ്ബർലിനുകൾ എന്നാണ്, ഫലങ്ങളുടെയും വിത്തുകളുടെയും വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു.
സൈറ്റോകീനുകൾ വളരുന്ന സസ്യഭാഗങ്ങളിലേക്കുള്ള പോഷക സംവഹനം പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ സൈറ്റോകീനുകൾ എന്നാണ് പോഷക സംവഹനം അല്ലേ, പോഷക സംവഹനം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വളരുന്ന സസ്യഭാഗങ്ങളിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഫലം അല്ലെങ്കിൽ പൂക്കൾ എന്നുമായി ബന്ധപ്പെട്ട് 2-3 ഹോർമോൺസ് പറഞ്ഞു. ഇതേ സെയിം ഹോർമോൺസ് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഈ 3 ഹോർമോൺസും എല്ലാ ഭാഗങ്ങളെയും സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നാണ് പറയുന്നത്, ഓരോ ഭാഗം എടുത്തിട്ടാണ് പറയുന്നത്. ഓക്സിനുകളാണെന്നുണ്ടെങ്കിൽ പൂക്കളുടെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നുണ്ട്, ഫലരൂപീകരണത്തെ സഹായിക്കുന്നുണ്ട്. ജിബർലിനുകളാണെങ്കിൽ ഫലങ്ങളുടെയും വിത്തുകളുടെയും വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. സൈറ്റോകിനുകളാണെങ്കിലോ വളരുന്ന സസ്യഭാഗങ്ങളിലേക്ക് പോഷക സംവഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതാണ് ക്ലോറോഫെത്തിലീൻ എന്ന് പറയുന്നതിനെ സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. ക്ലോറോഫില്ല് പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ എന്നിവയുടെ ശിഥിലീകരണത്തിലൂടെ ഇല, പുഷ്പം, ഫലങ്ങൾ എന്നിവ പാകപ്പെടുന്നതിനും പഴുക്കുന്നതിനും എത്തിലീൻ സഹായിക്കുന്നു. ക്ലോറോഫില്ല് പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ എന്നിവയുടെ ശിഥിലീകരണത്തിലൂടെ ഇല, പുഷ്പം, ഫലങ്ങൾ എന്നിവ പാകപ്പെടുക, അതുപോലെ പഴുക്കുക. ഇല, പുഷ്പം, ഫലങ്ങൾ എന്നിവ പാകപ്പെടുന്നതിനും പഴുക്കുന്നതിനും എത്തിലീൻ സഹായിക്കുന്നുണ്ട്. ഇനി അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് സസ്യഭാഗങ്ങളുടെ വളർച്ച തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സസ്യങ്ങളെ സഹായിക്കുന്നു. പാകമായ ഇലകളും ഫലങ്ങളും പൊഴിക്കുന്നില്ലേ, ഈ പാകമായിട്ടുള്ള ഇലകളും ഫലങ്ങളൊക്കെ പൊഴിക്കുന്നത് ഈ അബ്സിസിക് ആസിഡിൻ്റെ ഇത് കാരണമാണ്. അപ്പോൾ സസ്യഭാഗങ്ങളുടെ വളർച്ച തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സസ്യങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ എവിടെയാണ്, ലാസ്റ്റാണ് പറഞ്ഞത് അല്ലേ, സസ്യഭാഗങ്ങളുടെ വളർച്ച തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ നേരിടാൻ സസ്യങ്ങളെ സഹായിക്കുന്നു. പാകമായ ഇലകളും ഫലങ്ങളും പൊഴിക്കുന്നു. അപ്പോൾ വിത്തിനെയും സഹായിക്കുന്നുണ്ട്, ഇലകൾ പൊഴിയുന്നതിനും അബ്സിസിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ ജിബർലിനുകളും സൈറ്റോകിനുകളും പറഞ്ഞു. ജിബർലിനുകൾ എന്ന് പറയുന്നത് വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോശ വിഭജനത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. കാണ്ഡങ്ങളിലാണെങ്കിലും വേരുകളിലാണെങ്കിലും കോശ വിഭജനത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഫലങ്ങളുടെയും വിത്തുകളുടെയും വളർച്ചയെയും ഉത്തേജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനൊക്കെയാണ് ഉത്തേജിപ്പിക്കുന്നത്, കോശ വിഭജനത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. വേരുകളിലും കാണ്ഡങ്ങളിലും കോശ വിഭജനത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഫലങ്ങളിലും വിത്തുകളിലും വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കുന്നുണ്ട്. പിന്നെ സൈറ്റോകിനുകൾ എന്നാണ് പറയുന്നത്, മുളയ്ക്കുന്ന വിത്തുകളിൽ കോശ വിഭജനത്തെ സഹായിക്കുന്നുണ്ട് അല്ലേ, മുളയ്ക്കുന്ന വിത്തുകളിലാണെന്നുണ്ടെങ്കിലും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാർശ്വമുകുളത്തെ വളർച്ചയാണെങ്കിൽ ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിച്ചിട്ട് പച്ചപ്പ് നിലനിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിച്ചിട്ട്, അതായത് പഴുക്കുന്നത് കുറച്ച് സമയത്തേക്ക് നീട്ടി കിട്ടും, അപ്പോൾ പച്ചപ്പ് അവിടെ നിലനിൽക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടും സൈറ്റോകിനുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ വളരുന്ന സസ്യഭാഗങ്ങളിലേക്ക് പോഷക സംവഹിപ്പിക്കുന്നതും ആര് തന്നെയാണ്, സൈറ്റോകിനുകൾ തന്നെയാണ്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, വേറെ ഏതാണ് പറഞ്ഞത്, എത്തിലീൻ പറഞ്ഞു അല്ലേ. എത്തിലീൻ എന്ന് പറയുന്നത് എന്തിനാണ്, പുഷ്പം ഫലങ്ങളൊക്കെ പാകപ്പെടാൻ, ഇല, പുഷ്പം, ഫലങ്ങൾ എന്നിവ പാകപ്പെടാനും പഴുക്കാനൊക്കെയാണ് എത്തിലീൻ സഹായിക്കുന്നത്. അബ്സിസിക് ആസിഡ് എന്തിനാണ് സഹായിക്കുന്നത്, നമ്മൾ പറഞ്ഞു പാകമായ ഇലകളും ഫലങ്ങളും പൊഴിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിത്തുകളെ കേസിലാണെന്നുണ്ടെങ്കിൽ സുപ്താവസ്ഥയെ നിലനിർത്തുന്നതിനും സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇനി സിന്തറ്റിക് സസ്യ ഹോർമോണുകളും അവയുടെ ഉപയോഗവും. സിന്തറ്റിക് ഹോർമോൺസും അവയുടെ ഉപയോഗം, അതായത് പ്രകൃതിദത്ത സസ്യ ഹോർമോണുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പ്രകൃതിദത്ത സസ്യ ഹോർമോണുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി സിന്തറ്റിക് ആയിട്ടുള്ള സസ്യ ഹോർമോൺസ് നമുക്ക് നോക്കാം. പ്രകൃതിദത്ത സസ്യ ഹോർമോണുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്സിലിനും ഗിബർലിനൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവയുടെ രാസഘടന മനസ്സിലാക്കി കൃത്രിമമായിട്ട് ഇവയെ ഉൽപ്പാദിപ്പിക്കുകയും കാർഷിക മേഖലയിൽ വ്യാപകമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു വരുന്നു. അപ്പോൾ ഈ ഓക്സിനും ഗിബർലിനൊക്കെ പ്രകൃതിദത്തമായിട്ട് എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞു. അല്ലാതെ തന്നെ ഇത് കൃത്രിമമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് പറ്റും. അങ്ങനെയാണ് അതിൻ്റെ രാസഘടനയൊക്കെ മനസ്സിലാക്കിയിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിനെയാണെന്ന് പറയുന്നത് സിന്തറ്റിക് സസ്യ ഹോർമോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സിന്തറ്റിക് ഓക്സിനുകളാണെങ്കിൽ എന്താണ് സഹായിക്കുന്നത്, തണ്ടിലെ വേര് മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തണ്ടിലെ വേര് മുളപ്പിക്കാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, സിന്തറ്റിക് ഓക്സിനുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ കളനാശിനിയായിട്ടും ഈ 2,4-D ഒക്കെ ഇല്ലേ കളനാശിനികളാണ്. ഈ കളനാശിനിയായിട്ടും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, സിന്തറ്റിക് ഓക്സിനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി സിന്തറ്റിക് ജിബർലിനുകളാണെങ്കിലോ മുന്തിരി ചെടിയിലെ കായ്കളുടെ വലിപ്പം കൂട്ടാനും
കരിമ്പിൻ്റെ കാണ്ഡ ദീർഘീകരണത്തിനും ഉപയോഗിക്കുന്നു. മുന്തിരി ചെടിയിലാണെങ്കിൽ മുന്തിരിയുടെ വലിപ്പം കൂട്ടാനും, അതുപോലെ തന്നെ കരിമ്പിലാണെന്നുണ്ടെങ്കിൽ ആ കാണ്ടുണ്ടല്ലോ അത് നന്നായിട്ട് വളരാനായിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്? സിന്തറ്റിക് ജിബർലിനുകൾ സഹായിക്കുന്നുണ്ട്. ഇനി സിന്തറ്റിക് എത്തിലീൻ ആണെങ്കിലോ, എത്തിലീൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫലങ്ങൾ പഴുപ്പിക്കുന്നതിനായിട്ട് സഹായിക്കുന്നതിന്. അപ്പോൾ ഇതിൽ സിന്തറ്റിക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫലങ്ങൾ പാകപ്പെടുത്തി ഒരേ സമയം വിളവെടുക്കാൻ കാർഷിക മേഖലയിൽ എത്തിലീൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ എത്തിലീൻ സിന്തറ്റിക് എത്തിലീൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് തന്നെ വിളവെടുക്കുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കേണ്ട. വാഴപ്പഴം, തക്കാളി എന്നിവ ഒരേ സമയം പഴുപ്പിക്കുവാനും എത്തിലീൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരേ സമയം പഴുക്കാനും വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സിന്തറ്റിക് എത്തിലീൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പഴുപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ എന്താണ്? ഒരേ സമയത്തിൽ വിളവെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്. അപ്പോൾ സിന്തറ്റിക് ഓക്സിനുകൾ തണ്ടിൽ വേര് മുളപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. സിന്തറ്റിക് ജിബർലിനുകളാണെങ്കിൽ മുന്തിരിയുടെ വലിപ്പം കൂട്ടാനും കരിമ്പിൻ്റെ കാണ്ഡത്തിൻ്റെ ദീർഘം കൂട്ടുന്നതിനും സഹായിക്കുന്നതല്ലേ. പിന്നെ സിന്തറ്റിക് എത്തിലീൻ ആണെന്നുണ്ടെങ്കിൽ ഫലങ്ങൾ ഒരേ സമയം പാകപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. ഇനി പൂവിടലിന് പിന്നിൽ പൂക്കളുടെ ഉൽപാദനത്തിലും ഫലരൂപീകരണത്തിലും വിത്തുകളുടെ സുപ്താവസ്ഥയ്ക്കും ഹോർമോണുകളുടെ പങ്ക് മനസ്സിലായല്ലോ. എന്നാൽ ഹോർമോണുകൾക്കുപരിയായി ഈ പ്രക്രിയകൾക്ക് ചില പ്രോട്ടീനുകളും ദിനരാത്രങ്ങളുടെ ദൈർഘ്യവും മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വിത്തുകൾ മുളപ്പിക്കുന്നതെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് പഴുക്കുന്നതെന്ന്, അല്ലേ, ഇത് ഹോർമോൺസൊക്കെ എനിക്ക് സഹായിക്കുന്നതെന്ന് പഠിച്ചു. ഇതല്ലാതെ തന്നെ ഈ ഹോർമോണുകൾ അല്ലാതെ തന്നെ ചില പ്രോട്ടീനുകൾ, അതുപോലെ തന്നെ ദിനരാത്രങ്ങളുടെ ദൈർഘ്യമൊക്കെ ഈ പ്രക്രിയയിൽ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ജന്തുക്കളിൽ എന്ന പോലെ സസ്യ വളർച്ചയുടെയും നിർണായക ഘട്ടമാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നുണ്ട്. അത് പൂക്കൾ ഉണ്ടാകുന്നതോടെ ആരംഭിക്കുന്നു. പൂക്കൾ ഉണ്ടാക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പ്രത്യുൽപാദനം ആരംഭിക്കുന്നത്. പൂക്കളുടെ ഉൽപാദനം ദിനരാത്രങ്ങളുടെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പൂക്കളുടെ ഉൽപാദനം എന്ന് പറയുന്നത് ദിനരാത്രങ്ങളുടെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഈ സസ്യങ്ങളുടെ പ്രതികരണത്തെ ഫോട്ടോപിരീഡിസം എന്നാണ് പറയുന്നത്. ഫോട്ടോപിരിയോഡിസം എന്നാണ് പറയുന്നത്. അതായത് ഈ ഫോട്ടോപിരിയോഡിസം എന്ന് വെച്ചാൽ എന്താണ്? ദിനരാത്രങ്ങളുടെ ദൈർഘ്യവുമായിട്ടാണ് അതായത് പൂക്കൾ ഉണ്ടാകുന്നുണ്ടല്ലോ, അത് ദിനരാത്രങ്ങളുടെ ദൈർഘ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ഫോട്ടോപിരിയോഡിസം എന്ന് പറയുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പൂവിടൽ കാലം, പരാഗണം, വിത്ത് രൂപീകരണം തുടങ്ങിയ ഘട്ടങ്ങൾ സസ്യങ്ങൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ സസ്യങ്ങളുടെ ഫോട്ടോപിരിയോഡിസം നോക്കും. സസ്യങ്ങളുടെ ഫോട്ടോപിരിയോഡിസം നോക്കിയിട്ടാണ്, അതിനടിസ്ഥാനമാക്കിയിട്ടാണ് പൂവിടൽ കാലം, പരാഗണം, വിത്ത് രൂപീകരണം തുടങ്ങിയ ഘട്ടങ്ങൾ സസ്യങ്ങൾ ക്രമീകരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഈ ഫോട്ടോപിരിയോഡിസം എന്ന് പറയുന്നത് ദിനരാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രോസസ്സാണ്, അല്ലേ. പൂവിടുന്നത് എന്ന് പറയുന്നത് ദിനരാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രതികരണത്തെയാണ് ഫോട്ടോപിരിയോഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോപിരിയോഡിസത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പൂവിടുന്ന കാലം, അല്ലെങ്കിൽ അതിൻ്റെ പരാഗണം നടക്കുന്ന സമയം, വിത്ത് രൂപീകരണം, അതിനൊക്കെ സഹായിക്കുന്നത്. ഫോട്ടോപിരിയോഡിസത്തിൽ പ്രകാശഗ്രാഹി വർണ്ണകമായ ഫൈറ്റോക്രോം മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോപിരിയോഡിസം എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ ഫൈറ്റോക്രോം മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഫൈറ്റോക്രോം എന്ന് പറയുന്നത് എന്താണ്? പ്രകാശഗ്രാഹി വർണ്ണകമാണ്. പ്രകാശഗ്രാഹി വർണ്ണകമാണ് എന്ന് പറയുന്നത് ഫൈറ്റോക്രോം എന്ന് പറയുന്നത്. കാണ്ഡത്തിൻ്റെ അഗ്രത്തുള്ള പൂർണ്ണമായും വിരിഞ്ഞ ഇലകളിലാണ് ഫൈറ്റോക്രോം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഫൈറ്റോക്രോം എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? കാണ്ഡത്തിൻ്റെ അഗ്രല്ലേ, കാണ്ഡത്തിൻ്റെ അഗ്രത്ത് പൂർണ്ണമായും വിരിഞ്ഞ ഇലകൾ ഉണ്ടായിരിക്കില്ല, നന്നായിട്ട് വിരിഞ്ഞ ഇലകളിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഫൈറ്റോക്രോം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഇലകൾ ഫൈറ്റോക്രോമിൻ്റെ സഹായത്താൽ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം തിരിച്ചറിയുകയും, ഈ ഇലകൾ എന്ത് ചെയ്യുകയാണ്? ഫൈറ്റോക്രോമിൻ്റെ സഹായത്താലാണ് ദിനരാത്രങ്ങളുടെ, അതായത് സമയമൊക്കെ അറിയുന്നതിന് വേണ്ടി, ദിനരാത്രങ്ങളുടെ ദൈർഘ്യം അറിയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കേണ്ട എന്താണ്? ഈ ഇലകളിൽ, ഈ വലിയ ഇലകളിൽ എന്തുണ്ടെന്ന് പറഞ്ഞു നമ്മൾ? ഫൈറ്റോക്രോം എന്ന് പറയുന്നത്, അല്ലേ. ഫൈറ്റോക്രോം എന്ന് പറയുന്ന ഒരു പ്രകാശഗ്രാഹി വർണ്ണകമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ചെടികൾ ദിനരാത്രങ്ങളുടെ ദൈർഘ്യമൊക്കെ മനസ്സിലാക്കുന്നത്. പൂവിടാനുള്ള ഉദ്ദീപനം കാണ്ഡത്തിലെ അഗ്രമെരിസ്റ്റത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈർഘ്യം തിരിച്ചറിയും. ആ ദൈർഘ്യം തിരിച്ചറിഞ്ഞതിന് ശേഷം ഇങ്ങനെ പൂവിടണം എന്ന് പറയുന്ന ഒരു ഉദ്ദീപനം ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് കണ്ണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രകാശഗ്രാഹികളൊക്കെ എന്താണ് കണ്ണുകളിൽ എത്തിയിട്ട് നാഡി വഴിയൊക്കെയാണ് ഈ മസ്തിഷ്കത്തിലേക്കൊക്കെ എത്തിയിട്ട് അറിയിപ്പ് നൽകുന്നത്. അതിനനുസരിച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക്
ഒരാൾ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പൂവിടൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഈ ഫൈറ്റോക്രോം എന്ന് പറയുന്ന ഈ ഫൈറ്റോക്രോം എന്ന് പറയുന്ന വർണ്ണകത്തിൻ്റെ സഹായത്താൽ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം തിരിച്ചറിയണം. അപ്പോൾ ദൈർഘ്യം തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പൂവിടലിന് ഒരു നിർദ്ദേശം കൊടുക്കണം അല്ലേ. അപ്പോൾ ഈ ഉദ്ദീപനം കാണ്ഡത്തിലെ അഗ്രമെരിസ്റ്റത്തിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അതിനനുസരിച്ച് പൂക്കളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഉദ്ദീപിക്കപ്പെടുന്നു. അപ്പോൾ പൂവിടാനുള്ള ഉദ്ദീപനം കാണ്ഡത്തിലെ അഗ്രമെരിസ്റ്റത്തിലേക്കാണ് എത്തിക്കുന്നത് അല്ലേ, കാണ്ഡത്തിലെ അഗ്രമെരിസ്റ്റത്തിലേക്കാണ് എത്തിക്കുന്നത്. എന്നിട്ട് ഈ പൂക്കളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്, ഉദ്ദീപിക്കപ്പെടാണ്. അഗ്രമെരിസ്റ്റത്തിലേക്ക് എത്തും. ഇങ്ങനെ ഒരു നിർദ്ദേശം, പൂവിടണം എന്ന് പറയുന്ന നിർദ്ദേശം എവിടേക്കാണ് എത്തുന്നത്, അഗ്രമെരിസ്റ്റത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അഗ്രമെരിസ്റ്റത്തിൽ എത്തിയതിനു ശേഷമാണ് അവിടെ അതിനാവശ്യമായിട്ടുള്ള ജീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സസ്യങ്ങളുടെ ജീവധർമ്മ പ്രവർത്തനങ്ങളിൽ ഹോർമോണുകളുടെ പങ്ക് വ്യക്തമായല്ലോ. ഇനി മനുഷ്യനിലെ ഹോർമോൺ പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ നാഡീവ്യവസ്ഥേനൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യമാണ് മെറ്റാബോളിസ നിയന്ത്രണം എന്ന് പറയുന്നത്. മെറ്റാബോളിസ നിയന്ത്രണം എന്ന് വെച്ചാൽ എന്താണ്, മെറ്റാബോളിസം ശരീര വളർച്ച, വികാസം എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് വെച്ചാൽ എന്തൊക്കെ സഹായിക്കുന്നുണ്ട്, മെറ്റബോളിസത്തിന് സഹായിക്കുന്നുണ്ട്, ശരീര വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്ന ആരാണ്, തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ 2 തരം കോശങ്ങളാണുള്ളത്. ഏതൊക്കെ കോശങ്ങളാണ്, ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് മെറ്റാബോളിസം, ശരീര വളർച്ച, വികാസം എന്നിവയെ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ 2 തരം കോശങ്ങളാണുള്ളത്, ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും. ഇനി ഈ ഫോളിക്കുലാർ കോശങ്ങളാണ് തൈറോക്സിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. പാരാഫോളിക്കുലാർ കോശങ്ങളാണ് കാൽസിട്ടോണിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺസ് ആണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺസ് ഏതൊക്കെയാണ്, തൈറോക്സിനും കാൽസിട്ടോണിനും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 10ാം ക്ലാസ് ആയപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഈ തൈറോക്സിൻ എന്ന് പറയുന്നത് ഏതാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, തൈറോയിഡിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള, തൈറോയിഡിന് 2 തരം കോശങ്ങളാണുള്ളത്, ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും. ഇതിൽ ഫോളിക്കുലാർ കോശങ്ങളാണ് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത്, പാരാഫോളിക്കുലാർ കോശങ്ങളാണ് കാൽസിട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ചിത്രം 4.4 പട്ടിക 4.2 പൂർത്തിയാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കിവിടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്ഥാനവും ഘടനയൊക്കെ തന്നിട്ടുണ്ട്. നോക്കിയൊക്കെ, സ്വനപേടകത്തിന് താഴെയായിട്ടില്ലേ, സ്വനപേടകത്തിന് താഴെയായിട്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥി നിലകൊള്ളുന്നത് എന്ന് നമുക്ക് പറയാം. ശ്വാസനാളത്തിനും സ്വനപേടകത്തിനും ഇടയിലായിട്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലേ. സ്വനപേടകത്തിന് താഴെയായിട്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ശ്വാസനാളത്തിന് മുകളിലായിട്ടാണ്, അല്ലെങ്കിൽ സ്വനപേടകത്തിന് ശ്വാസനാളത്തിനും ഇടയിലായിട്ടാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി നിലകൊള്ളുന്നത്. നോക്കി, ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഫോളിക്കുലാർ കോശങ്ങൾ എന്ന് പറയുന്നതാണ് ഈ കുഞ്ഞ് ഗ്രേ കളറിൽ ഇങ്ങനെ വട്ടില്ലേ, ഇതിനെയാണ് എന്ന് പറയുന്നത് ഫോളിക്കുലാർ കോശങ്ങൾ എന്ന് പറയുന്നത്. എല്ലാത്തിനും നോക്കി ഒരു കണ്ണ് പോലെ കാണുന്നില്ലേ, ഒരു വയലറ്റ് കളറിൽ, അതിനെയാണ് പാരാഫോളിക്കുലാർ കോശങ്ങൾ എന്ന് പറയുന്നത്, പാരാഫോളിക്കുലാർ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോളിക്കുലാർ കോശങ്ങളാണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ പാരാഫോളിക്കുലാർ കോശങ്ങളാണ് കാൽസിട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും. ഇനി തൈറോക്സിൻ എന്തൊക്കെ ധർമ്മങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ ടോട്ടലായിട്ട് പറഞ്ഞു. തൈറോയ്ഡ് ഗ്രന്ഥി മെറ്റാബോളിസത്തിന് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ശരീര വളർച്ചയും വികാസത്തിനൊക്കെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. തൈറോക്സിൻ എന്തിനാണ് സഹായിക്കുന്നത്, മെറ്റാബോളിസത്തിനെയും ശരീര ഊഷ്മാവിനെയും നിയന്ത്രിക്കുന്നു. തൈറോക്സിൻ എന്തിനാണ് സഹായിക്കുന്നത്, മെറ്റാബോളിസത്തിനെയും ശരീര ഊഷ്മാവിനെയും നിയന്ത്രിക്കുന്നു. നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നു. നവജാത ശിശുക്കളുടെയും
കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നതിനായിട്ട് തൈറോക്സിൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നതും എന്താണ്? തൈറോക്സിനാണ്. അപ്പോൾ തൈറോക്സിൻ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? മെറ്റബോളിസത്തെ സഹായിക്കുന്നുണ്ട്, ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നുണ്ട്, മെറ്റബോളിസത്തിനെ നിയന്ത്രിക്കുന്നുണ്ട്, ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നവജാത ശിശുക്കളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയൊക്കെ മസ്തിഷ്കം വികസിപ്പിക്കുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട്. നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി കാൽസ്യട്ടോണിന് എന്തിനാണ് സഹായിക്കുന്നത്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനായിട്ടാണ് കാൽസ്യട്ടോണിൻ സഹായിക്കുന്നത്. അപ്പോൾ കാൽസ്യട്ടോണിൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാൽസ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ് മനസ്സിലായി. കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനായിട്ടാണ് സഹായിക്കുന്നത് എന്ത്? കാൽസ്യട്ടോണിൻ. തൈറോക്സിൻ ആണെങ്കിലോ മെറ്റബോളിസത്തെ, ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നു. മസ്തിഷ്കം വികസിപ്പിക്കുന്നതിനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? തൈറോക്സിൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനായിട്ടും തൈറോക്സിൻ സഹായിക്കുന്നുണ്ട്. ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? തൈറോക്സിൻ സഹായിക്കുന്നുണ്ട്. ഇനി നോക്കി ഇവിടെ ചെറിയൊരു മഞ്ഞ കോളം ഉണ്ടല്ലോ, ഇതും കൂടെ വായിച്ചോളോ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് കണ്ടു. അപ്പം നമുക്കിതിന് ആൻസർ നോക്കാം. തൈറോക്സിൻ്റെ വിവിധ രൂപങ്ങളായ T3, T4 എന്നിവയെ കുറിച്ചിട്ട് അറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നമ്മൾ പറഞ്ഞു തൈറോക്സിൻ ഉണ്ട്, കാൽസ്യട്ടോണിൻ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ തൈറോക്സിനും കാൽസ്യട്ടോണിനും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ തൈറോക്സിനെയാണെന്ന് പറയുന്നത് T4 എന്ന് പറയുന്നത്. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. അത് T4 ആണ്. അതുപോലെ തന്നെ T3 എന്ന് പറയുന്നത് എന്താണ്? ഈ തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന വേറൊരു ഹോർമോണാണ് T3 എന്ന് പറയുന്നത്. ഈ T3 എന്ന് വെച്ചാൽ ട്രയോഡോതൈറോണിൻ എന്നാണ്. എന്താണ് T3 എന്ന് വെച്ചാൽ? ട്രയോഡോതൈറോണിൻ. അല്ലെ T3 എന്ന് പറയുമ്പോൾ എന്താണ്? ട്രൈ, അങ്ങനെ കിട്ടുമല്ലോ. T3 ട്രയോഡോതൈറോണിൻ എന്നാണ് പറയുന്നത്. T4 ആണെങ്കിൽ തൈറോക്സിൻ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവ രണ്ടും ചെയ്യുന്നത് തൈറോക്സിൻ ആണെന്നുണ്ടെങ്കിലും ട്രയോഡോതൈറോണിൻ ആണെങ്കിലും ചെയ്യുന്നത് എന്താണ്? രണ്ടും ശരീരത്തിലെ ഊർജ്ജ ഉൽപ്പാദനത്തെയും മെറ്റബോളിസത്തെയും സഹായിക്കുകയാണ് ചെയ്യുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് T4 ആണ്. നമ്മൾ പറഞ്ഞു തൈറോക്സിൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ തൈറോക്സിൻ ആണ് കൂടുതലായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ശരീരത്തിലെ കോശങ്ങളിൽ വെച്ച് സജീവമായ T3 ആയിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ ഈ T4 അതായത് തൈറോക്സിൻ പിന്നീട് ശരീരത്തിലെ കോശങ്ങളിൽ വെച്ചിട്ട് T3 ആയിട്ട് മാറുന്നുണ്ട്, അതായത് ട്രയോഡോതൈറോണിനായിട്ട് മാറുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? തൈറോയ്ഡ് ഗ്രന്ഥി രണ്ട് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഹോർമോണാണ് തൈറോക്സിനും കാൽസ്യട്ടോണും. അതല്ലാത്തൊരു ഒരു ഹോർമോണും കൂടി നമ്മൾ പറഞ്ഞു, ട്രയോഡോതൈറോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പറഞ്ഞു. ഈ ട്രയോഡോതൈറോണിൻ എന്ന് പറയുന്നത് നേരിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇത് എന്താ ചെയ്യുന്നത്? T3 എന്ന് T4 എന്ന് വെച്ചാൽ എന്താണ്? തൈറോക്സിനാണ്. ഈ തൈറോക്സിൻ നമ്മുടെ കോശങ്ങളിൽ എത്തിയിട്ട് T3 ആയിട്ട് മാറാണ് ചെയ്യുന്നത്, ട്രയോഡോതൈറോണിനായിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ട്രയോഡോതൈറോണിനായിട്ട് മാറാണ് ചെയ്യുന്നത്. ഇനി തൈറോക്സിൻ്റെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നമ്മൾ പറഞ്ഞു? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മെറ്റാബോളിസത്തെയും ശരീരോഷ്മാവിനെ നിയന്ത്രിക്കുന്നു, അതുപോലെ തന്നെ ഹൃദയം, ത്വക്ക് എന്നിവയെ സഹായിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ ഇത് പ്രധാനമായിട്ടും T3യുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രധാനമായിട്ടും ശരീരകോശങ്ങളെ സ്വാധീനിക്കാതെ T3 ആയി മാറാൻ തയ്യാറായി രക്തത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ T4 എന്ന് പറയുന്നത് ശരീരകോശങ്ങളെ സ്വാധീനിക്കുന്നില്ല. ഈ T4 ആണ് T3 ആയിട്ട് മാറുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇത് T4 എന്ന് പറയുന്നത് T3 ആയിട്ട് മാറുന്നുണ്ട്. ഇതൊരു ഹോർമോൺ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിലൂടെ ശരീരത്തിൻ്റെ മെറ്റാബോളിസത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ എന്ന് പറയുന്നത് ശരീരത്തിലെ പ്രധാനമായിട്ടും അതായത് നേരിട്ട് ശരീരകോശങ്ങളെ സ്വാധീനിക്കുന്നില്ല. അത് T3 ആയിട്ട് മാറാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇത് കൂടുതലായിട്ട് നോക്കുന്നത് T3 ആയിട്ട്
ആയിട്ട് മാറാനായിട്ടാണ്. അപ്പം നമുക്ക് പറയാം ഇതെന്ന് പറയുന്നത് ഒരു പ്രോ ഹോർമോണാണ്. അതായത് അതിലൂടെ ഈ പ്രോ ഹോർമോൺ ആയ കാരണം പ്രോ ഹോർമോൺ ആയിട്ട് പ്രവർത്തിക്കുന്ന കാരണം തന്നെ അതിലൂടെ തന്നെ ശരീരത്തിലെ മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ തൈറോക്സിൻ സഹായിക്കുന്നുണ്ട്. ഇനി എന്താ നമ്മൾ പറഞ്ഞത്? ട്രയാഡോ തൈറോയിഡ് എന്ന് വെച്ചാൽ T3 എന്ന് വെച്ചാൽ എന്താണെന്നല്ലേ? ഇത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഒരു സജീവ രൂപമാണ്. ശരീരത്തിലെ ഭൂരിഭാഗം T3 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിലെയും മറ്റു കോശങ്ങളിലെയും എൻസൈമുകൾ വഴി T4നെ മാറ്റിയാണ്. അപ്പോൾ T4നെ മാറ്റിയിട്ടാണ് T3 ആയിട്ട് മാറുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് കരളിലെയും മറ്റു കോശങ്ങളിലെയും എൻസൈമുകൾ വഴിയാണ് ഈ T4നെ T3 ആയിട്ട് മാറ്റുന്നത്. T4നെ T3 ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എൻസൈംസ് പ്രവർത്തിക്കണം. എൻസൈംസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കരളിലെ ആയിരിക്കാം. കരളിൽ കുറേ എൻസൈംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ കരളിലെ ചില എൻസൈംസ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു കോശങ്ങളിലെ എൻസൈംസ് ഒക്കെ ആയിരിക്കാം ഈ T4 T3 ആക്കുന്നതിനായിട്ട് സഹായിക്കുന്ന. മെറ്റബോളിസം, ഹൃദയമിടിപ്പ്, പേശികളുടെ പ്രവർത്തനം, മസ്തിഷ്ക വളർച്ച തുടങ്ങിയവയിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. മെറ്റബോളിസം, ഹൃദയമിടിപ്പ്, പേശികളുടെ പ്രവർത്തനം, മസ്തിഷ്ക വളർച്ച, ഇതൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? തൈറോക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അത് തന്നെ പറയുന്നത് മെറ്റബോളിസം, ഹൃദയമിടിപ്പ്, പേശികളുടെ പ്രവർത്തനം, മസ്തിഷ്ക വളർച്ച എന്നിവയിലൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനം ചെലുത്തുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? T4ഉം T3ഉം എന്താണെന്ന് മനസ്സിലായല്ലോ? തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിൽ, ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിലെ തകരാർ എന്നിവ രോഗാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ ഈ തൈറോക്സിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുക, അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തകരാറൊക്കെ ഉണ്ടാവുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മൂലം എന്ത് സംഭവിക്കും? പല രോഗങ്ങളും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രോഗമാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഹൈപ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അവിടെ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടായിരിക്കും ചെയ്യുക അല്ലേ? ഹൈപ്പർ തൈറോയിഡിസം എന്നാണ്. അപ്പോൾ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താ പറയുക, തൈറോക്സിനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഹൈപ്പർ എന്ന് വെച്ചാൽ എന്താണ്? കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിനെയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മെറ്റബോളിസത്തിൻ്റെ നിരക്ക് കൂടും, ഭാരക്കുറവ് കാണാം, അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് കൂടും, അമിതമായ വിയർപ്പ്, ഉത്കണ്ഠ എന്നിവയൊക്കെ എന്താണ്? ഈ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നതിൻ്റെ എന്ന രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇനി ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ ഹൈപ്പോയാണ് അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? തൈറോക്സിൻ അളവ് കുറയാണ് ചെയ്യുന്നത്, ഉൽപ്പാദനം കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും? മെറ്റബോളിസം കുറയും, ശരീരഭാരം കൂടും, ഹൃദയമിടിപ്പ് കുറയും, ക്ഷീണം, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഹൈപ്പോ തൈറോയിഡിസം മൂലമാണ്. മെറ്റബോളിസം കുറയുന്നു, ശരീരഭാരം കൂടുന്നു, ഹൃദയമിടിപ്പ് കുറയുന്നു, ക്ഷീണം, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് ഹൈപ്പർ തൈറോയിഡിസം ഏതെങ്കിലും ഒന്ന് പഠിച്ചിരിക്കും. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? നന്നായിട്ട് ചൂടാണെന്ന് പറഞ്ഞു അല്ലേ? നന്നായിട്ട് വിയർക്കാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭാരം എന്താണ്? കുറയാണ് ചെയ്യുന്നത്, ഹൃദയമിടിപ്പ് കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. മെറ്റബോളിസത്തിൻ്റെ നിരക്ക് കൂടുന്നു അല്ലേ? മെറ്റബോളിസം കൂടും, ഹൃദയമിടിപ്പ് കൂടും, അതുപോലെ തന്നെ അമിതമായി വിയർപ്പ് കൂടും, പിന്നെ ഭാരം കുറവാണ്. ഭാരം മാത്രമാണ് കുറവ് സംഭവിക്കുന്നത്. ഹൈപ്പോ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ മെറ്റബോളിസം കുറയും, ഹൃദയമിടിപ്പ് കുറയും, ക്ഷീണം അല്ലെ, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം, ശരീരഭാരം കൂടാണ് ചെയ്യുന്നത്. ഇനി ഗോയിറ്റർ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, PSCയിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗോയിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന നിരവധി തകരാറുകൾ, അയഡിൻ്റെ അപര്യാപ്തത എന്നിവയാണ് ഗോയിറ്റർ എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നത്. അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന എന്താണ്? അയഡിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഗോയിറ്റർ എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന നിരവധി തകരാറുകൾ മൂലം ഗോയിറ്റർ ഉണ്ടാകാം. അതുപോലെ തന്നെ അയഡിൻ്റെ അപര്യാപ്തത മൂലവും എന്തുണ്ടാകുന്നുണ്ട്? ഗോയിറ്റർ ഉണ്ടാകുന്നുണ്ട്. ഈ ഗോയിറ്റർ ഉണ്ടായാൽ എന്താണ് പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്? കഴുത്തിൽ എന്തുണ്ടായിരിക്കും? വീക്കം ഉണ്ടായിരിക്കും, പിന്നെ ഭക്ഷണം വിഴുങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതാണ് ഗോയിറ്ററിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, ഗോയിറ്റർ. ഹൈപ്പർ എന്ന് വെച്ചാൽ ഹൈപ്പർ എന്നാണ് പറഞ്ഞത്, തൈറോക്സിൻ ഉൽപ്പാദനം കൂടാണ് ചെയ്യുന്നത്. ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ തൈറോക്സിൻ ഉൽപ്പാദനം കുറയാണ് ചെയ്യുന്നത്. ഗോയിറ്റർ എന്ന് വെച്ചാൽ അയഡിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ തൈറോക്സിൻ്റെ കുറേ തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന നിരവധി തകരാറുകളും ഇതിന് കാരണമാകുന്നുണ്ട്. പിന്നെ ഹൈപ്പർ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ ഭാരം കുറയുന്നു, ഹൃദയമിടിപ്പ് കൂടും, വിയർപ്പ് കൂടും, മെറ്റാബോളിസത്തിൻ്റെ നിരക്ക് കൂടുകയൊക്കെ ചെയ്യുന്നത്. ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിലോ മെറ്റാബോളിസം കുറയും, ഹൃദയമിടിപ്പ് കുറയും, ക്ഷീണം ഉണ്ടായിരിക്കും, ശരീരഭാരം കൂടാണ് ചെയ്യുന്നത്. ഗോയിറ്റർ ആണെന്നുണ്ടെങ്കിൽ കഴുത്തിലൊരു വീക്കം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയ്ക്കാണ് ഗോയിറ്ററിൻ്റെ കാരണമെന്ന് പറയുന്നത്.
ഇനി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ ക്രമീകരണം. എന്താണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്, കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അത് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് 9 മുതൽ 11 വരെയാണ്. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് PSCയിൽ. 9 മുതൽ 11 വരെയാണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഈ അളവ് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിനും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോണും ചേർന്നാണ് ഇത് സാധ്യമാക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണെന്ന് പറഞ്ഞു. അത് ഇതിനെ സഹായിക്കുന്നുണ്ട്, ഈ കാൽസ്യത്തിൻ്റെ ക്രമീകരണത്തിന് സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് നോക്കിയൊക്കെ, ഇതിൻ്റെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗമാണത്. ഈ പിൻഭാഗത്തായിട്ട് പാരാതൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. എന്നാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി അല്ലേ? പാരാതൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥി മഞ്ഞ കളറിൽ കാണുന്നില്ലേ? അതാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി എന്ത് ഉൽപ്പാദിപ്പിക്കുകയാണ്? പാരാതൊർമോൺ ഉൽപ്പാദിപ്പിക്കുകയാണ് അല്ലേ? പാരാതൊർമോൺ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഈ പാരാതൊർമോണും അതുപോലെ തന്നെ ഈ കാൽസിറ്റോണിനും കൂടിയിട്ടാണ് ഈ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? പാരാതെർമോൺ ആണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാണ് അവിടെ ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ പാരാതൈറോയ്ഡാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പാരാതെർമോൺ എന്ന് പറയുന്നത്. പാരാതൈറോയ്ഡ് എവിടെയാണ് കാണപ്പെടുന്നത്? തൈറോയിഡിൻ്റെ പിൻവശത്തായിട്ടാണ് കാണപ്പെടുന്നത്. നോക്കിയേ, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിന് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? തൈറോയ്ഡ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടാണ് ചെയ്യുന്നത്. കാൽസിറ്റോണിൻ എന്ന് വെച്ചാൽ അളവ് കുറയ്ക്കാനാണ് സഹായിക്കുന്നത്. അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടാണെന്നുണ്ടെങ്കിൽ എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും? അവിടെ കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും അല്ലേ? കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പം എന്ത് സംഭവിക്കും? കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും രക്തത്തിലേക്കുള്ള പുനരാകിരണം തടസ്സപ്പെടും. കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും രക്തത്തിലേക്കുള്ള പുനരാകിരണം തടസ്സപ്പെടും. അവിടെ തടസ്സപ്പെടാണ് ചെയ്യുന്നത്. രക്തത്തിലേക്കുള്ള കാൽസ്യത്തിൻ്റെ ആഗിരണം കുറയ്ക്കുന്നു. ആഗിരണം കുറയ്ക്കുന്നു. പറഞ്ഞല്ലോ, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനായിട്ടാണ് സഹായിക്കുന്നത് കാൽസിറ്റോണിൻ സഹായിക്കുന്നത്. അപ്പോൾ ആദ്യം കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും രക്തത്തിലേക്കുള്ള പുനരാകിരണം തടസ്സപ്പെടുത്തും. പുനരാകിരണം തടസ്സപ്പെടുത്തിയതിന് ശേഷം രക്തത്തിലേക്കുള്ള കാൽസ്യത്തിൻ്റെ ആഗിരണം കുറയ്ക്കും. അസ്ഥിയിൽ നിന്ന് കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരാതെ പ്രവർത്തനം തടയുന്നു. അങ്ങനെ അസ്ഥിയിൽ എന്തുണ്ടായിരിക്കും? കാൽസ്യം, ഫോസ്ഫേറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അതിൽ നിന്നും ഈ രക്തത്തിൽ കലരാനായിട്ട് പാടില്ല അല്ലേ? അപ്പോൾ അത് കലരാതെയും കാൽസിറ്റോണിൻ കലരാതെയും സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? തൈറോയ്ഡ് ഗ്രന്ഥിയിൽ കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടാണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടാണ് എന്ത് സഹായിക്കുന്നത്? കാൽസിറ്റോണിൻ സഹായിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും രക്തത്തിലേക്കുള്ള പുനരാകിരണം തടസ്സപ്പെടുത്താണ് ചെയ്യുക. ഈ പുനരാകിരണം തടസ്സപ്പെടുത്തിയതിന് ശേഷം അവിടെ എന്ത് സംഭവിക്കും? രക്തത്തിലേക്കുള്ള കാൽസ്യത്തിൻ്റെ ആകിരണം കുറയ്ക്കും. അതുപോലെ തന്നെ അസ്ഥികളിൽ നിന്നും കാൽസ്യം, ഫോസ്ഫേറ്റും ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ അതും തടസ്സപ്പെടുത്തുന്നതിനായിട്ട് കാൽസിറ്റോണിൻ സഹായിക്കുന്നുണ്ട്. എന്ന് നമ്മൾ പറഞ്ഞു, പാരാതൈറോയ്ഡ് എന്ന് പറയുന്ന പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുണ്ട്. പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതെന്താ ചെയ്യുന്നത്? കൂട്ടാനാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടണം അല്ലേ? കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും? കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവയുടെ രക്തത്തിലേക്കുള്ള പുനരാകിരണം ത്വരിതപ്പെടുത്താണ് ചെയ്യുന്നത്. പുനരാകിരണം ത്വരിതപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? രക്തത്തിലേക്കുള്ള കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ത്വരിതപ്പെടുത്തും. അതുപോലെ അസ്ഥിയിൽ നിന്ന് കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനം ഉത്തേജിപ്പിക്കും. നേരെ ഓപ്പോസിറ്റില്ലേ, തൈറോയ്ഡ് ഗ്രന്ഥി നമ്മൾ പറഞ്ഞു കാൽസിറ്റോണിൻ ആണെന്നുണ്ടെങ്കിൽ രക്തത്തിൽ നമ്മൾ പറഞ്ഞു ഫോസ്ഫേറ്റ് ഒക്കെ തടയാണ് ചെയ്യുന്നില്ല, പ്രവർത്തനം തടയണം. അതുപോലെ തന്നെ രക്തത്തിലൊന്നും കലരാനായിട്ട് പാടില്ല. ഫോസ്ഫേറ്റ് ആണെന്നുണ്ടെങ്കിലും അസ്ഥികളിൽ നിന്നുള്ള ഫോസ്ഫേറ്റ് ഒന്നും കലരാനായിട്ട് പാടില്ല. ഇനി കലരാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കാൽസ്യത്തിൻ്റെ അളവ് കൂടാണ് ചെയ്യുക. അപ്പോൾ കൂടാനല്ലോ നമുക്ക് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിനാണ്? കുറയുന്നതിന് വേണ്ടിയാണ്. കാൽസ്യത്തിൻ്റെ
കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനായിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ അങ്ങനെ തടസ്സപ്പെടുത്താണ്, ഇനി വരരുത്, ഇനി കാൽസ്യം കൂടാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രവർത്തനം ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. പാരത്തോർമോൺ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ കൂട്ടാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇപ്പം അസ്ഥിയിൽ നിന്നും കാൽസ്യം ഫോസ്ഫേറ്റ് ഉണ്ടാവും, അപ്പോൾ അതിങ്ങനെ അത് ആ പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയാണ്. അതുപോലെ തന്നെ രക്തത്തിലേക്കുള്ള കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ത്വരിതപ്പെടുത്താണ് ചെയ്യുന്നത്, പുനരാഗിരണം നടത്താണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പറയുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണമാണ്. നമ്മൾ കാൽസ്യത്തിന് എങ്ങനെയാണ് ക്രമീകരിക്കുന്നതെന്ന് പറഞ്ഞു. കാൽസിറ്റോണിനും അതുപോലെ തന്നെ പാരാതോർമോണുമാണ് എന്തിനു സഹായിക്കുന്നത്, കാൽസ്യത്തിൻ്റെ ക്രമീകരണത്തിന് സഹായിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണം എങ്ങനെയാണെന്ന് നോക്കാം. ആരോഗ്യമുള്ള വ്യക്തികളിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ FBSൻ്റെ അളവ് 70 മുതൽ 100 ആണ് കേട്ടോ. 70 മുതൽ 100 വരെയാണ് വരുന്നത്. അതായത് ഒരു ആരോഗ്യമുള്ള വ്യക്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അല്ലേ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70 മുതൽ 100 വരെയാണ്. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് ഗ്ലൂക്കോസിൻ്റെ നില എന്ന് പറയുന്നത് 140-ൽ താഴെയായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ 70 മുതൽ 100 വരെ മതി. ഭക്ഷണം കഴിച്ചതിന് ശേഷം നോക്കുകയാണെങ്കിൽ 140-ന് താഴെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, 140-ന് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും, ഷുഗർ ഉണ്ടെന്ന് പറയും അല്ലേ. 3 മാസത്തെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ശരാശരി അളവ് HbA1c പരിശോധന വഴി അളക്കുമ്പോൾ 5.7% താഴെയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ സാധാരണ നിലയായി കണക്കാക്കാം. അപ്പോൾ 3 മാസം പോയിട്ട് ടെസ്റ്റ് ചെയ്യാണ്. 3 മാസം ടെസ്റ്റ് ചെയ്തിട്ട് പരിശോധനകൾ നോക്കുമ്പോൾ HbA1c എന്ന് പറയുന്ന ഒരു പരിശോധനയുണ്ട്. അതുവഴി നോക്കുമ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ന് പറയുന്നത് 5.7% താഴെയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ്, അതായത് ഇതിൽ ഷുഗർ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദഹനത്തിന് ശേഷം ഗ്ലൂക്കോസ് രക്തത്തിലേക്കാണല്ലോ ആഗിരണം ചെയ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടേണ്ടേ, അതെങ്ങനെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു? അതാ കുട്ടി പറയുന്നത്. ദഹിച്ചതിന് ശേഷം എന്തായാലും എന്ത് സംഭവിക്കും, ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. അങ്ങനെ വീണ്ടും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുമ്പോൾ അപ്പോൾ അവിടെ കൂടുതലേ ചെയ്യണത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഷുഗർ കൂടുതലാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് നിലനിർത്തുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ പാൻക്രിയാസ്, നമുക്കറിയാം പാൻക്രിയാസ് ആണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇൻസുലിനും ഗ്ലൂക്കഗോണും ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസിന് എന്തുണ്ട്, ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ഉണ്ട് അല്ലേ. ആൽഫ കോശങ്ങൾ എന്ന് പറയുന്നത് ഈ വയലറ്റ് ആണ്, നീലയാണെന്നുണ്ടെങ്കിൽ അത് ബീറ്റാ കോശങ്ങളാണ്. ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥി നമുക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ. പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നതാണ്. ഈ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ആൽഫ കോശങ്ങളുണ്ട്, ബീറ്റാ കോശങ്ങളുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ആരാണ്, പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. പാൻക്രിയാസിൻ്റെ സ്ഥാനവും ദഹന പ്രക്രിയയിൽ അത് നിർവഹിക്കുന്ന ധർമ്മവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹോർമോൺ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയുന്നത് പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയുന്നത് ഹോർമോൺ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയുന്നത്. ഇതിൽ 2 തരം കോശങ്ങളാണുള്ളത്. ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിൽ 2 തരം കോശങ്ങളുണ്ട്. ആൽഫ കോശങ്ങളുണ്ട്, ബീറ്റാ കോശങ്ങളുണ്ട്. ആൽഫ കോശങ്ങളുണ്ട്, ബീറ്റാ കോശങ്ങളുണ്ട്. ആൽഫ കോശങ്ങളാണെങ്കിൽ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണാണ്. ബീറ്റാ കോശങ്ങളാണെങ്കിലോ ഇൻസുലിൻ എന്ന ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ. ആൽഫ കോശങ്ങൾ, ഇതാണ് ഗ്ലൂക്കോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഇവിടെ പിക്ചറിൽ കാണിക്കുന്നുണ്ട്, അതിന് മുമ്പായിട്ട് പഠിച്ചിരിക്കുക. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബീറ്റാ കോശങ്ങളാണെങ്കിലോ ഇൻസുലിൻ എന്ന ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ, ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ. അപ്പോൾ പിക്ചറിൽ കാണാനായിട്ട് പറ്റും. പിന്നെ സാധാരണ ഗ്ലൂക്കോസ് നില എത്രയാണ്, 70 മുതൽ 100 വരെയാണ് ഫാസ്റ്റിങ്ങിന് മുമ്പ്, ഇത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ്. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ് ഇവിടെ, ഗ്ലൂക്കോസിൻ്റെ നില കൂടാണ്. ഗ്ലൂക്കോസിൻ്റെ നില കൂടിയാൽ
പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുക. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ എന്ത് ഉൽപ്പാദിപ്പിക്കും? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഇൻസുലിൻ ആണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കണേന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാണെന്നുണ്ടെങ്കിൽ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഇത് കലകളിലേക്ക് എത്തും. കലകളിലേക്ക് എത്തിയിട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നു. അപ്പോൾ ഇൻസുലിൻ സഹായിക്കുന്നതിനാണ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നതിനായിട്ടാണ് ഇൻസുലിൻ സഹായിക്കുന്നത്. എങ്ങനെയാണ് സഹായിക്കുന്നത്? ഗ്ലൂക്കോസിൻ്റെ നല്ല കൂടാണ്, അതായത് 70 മുതൽ 100 വരെയാണ്. 100ന് മുകളിലാവുകയാണെന്നുണ്ടെങ്കിൽ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ പ്രവേശനം ത്വരിതപ്പെടുത്തും. കലകളിലാണെന്നുണ്ടെങ്കിൽ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ പ്രവേശനം ത്വരിതപ്പെടുത്തും. അവിടെ ഗ്ലൂക്കോസിൻ്റെ പ്രവേശനം തടയുന്നു അല്ലേ? കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ പ്രവേശനം തടയും. അപ്പോൾ തടയുമെന്ന് സംഭവിക്കും, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും. ഇനി നമുക്ക് ഗ്ലൂക്കോസിൻ്റെ നില കുറഞ്ഞാലോ? ഗ്ലൂക്കോസിൻ്റെ നില കുറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വേണ്ടത്? ഗ്ലൂക്കഗോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? ഗ്ലൂക്കഗോണാണ് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ ആണെന്നുണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ടാണ് സഹായിക്കുന്നത്. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നതിനായിട്ട് സഹായിക്കുന്നതാണ് ഗ്ലൂക്കഗോണാണ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാണ് എങ്കിൽ പാൻക്രിയാസിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കും. ഈ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് ഗ്ലൂക്കോസായി മാറണമല്ലോ അല്ലേ? അപ്പോൾ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് കരളിൽ ചെന്നിട്ട് എന്ത് സംഭവിക്കും? ഗ്ലൈക്കോജനായിട്ട് സംഭരിക്കപ്പെടുന്നു എന്നൊക്കെ പഠിച്ചു. ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് സംഭരിക്കപ്പെടുന്നുണ്ട് കരളിൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. കരളിൻ്റെ പ്രധാന ധർമ്മമാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സംഭരിക്കപ്പെടാന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തായിട്ട് അമിനോ ആസിഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നുണ്ട്? ഗ്ലൂക്കോസായിട്ട് മാറുന്നുണ്ട്. അപ്പം അങ്ങനെ കരളിൽ ഗ്ലൈക്കോജൻ സംഭരിക്കപ്പെടുന്നുണ്ട്, ഗ്ലൂക്കോസ് അല്ലേ? അതുപോലെ തന്നെ അമിനോ ആസിഡ് ഗ്ലൂക്കോസായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളാണ് നടക്കാറ്. ഗ്ലൂക്കഗോൺ എന്ന് വെച്ചാൽ അത് കൂട്ടാനാണ് സഹായിക്കുന്നത്. അങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ ഇൻസുലിൻ ആണെന്നുണ്ടെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നതിനായിട്ടാണ് സഹായിക്കുന്നത്. ഗ്ലൈക്കോജൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഗ്ലൂക്കഗോൺ ആണെന്നുണ്ടെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാനായിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇൻസുലിനും ഗ്ലൂക്കഗോണും എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇതിൽ നോക്കിയിട്ട് അങ്ങോട്ട് പഠിച്ചു അല്ലേ? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനാണ് ഇൻസുലിൻ സഹായിക്കുന്നത്. അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാൽ എന്ന് സംഭവിക്കും? പാൻക്രിയാസിൽ ആൽഫ കോശങ്ങളുണ്ട്, ബീറ്റാ കോശങ്ങളുണ്ട്. അതിൽ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ പ്രവേശനം ത്വരിതപ്പെടുത്തും. അങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും. ഇനി ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടണം. അതിനാണ് ഗ്ലൂക്കഗോൺ സഹായിക്കുന്നത്. പാൻക്രിയാസിലെ ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ കരളിൽ ഗ്ലൈക്കോജനായിട്ട് സംഭരിക്കപ്പെടും. ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത് ഗ്ലൈക്കോജനായിട്ട് സംഭരിക്കപ്പെടും. അതുപോലെ അമിനോ ആസിഡ് ഗ്ലൂക്കോസായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാണ് ചെയ്യുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരാശരിയിൽ നിന്നും ഉയരുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹമുണ്ട്, ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്ന് തന്നെയാണ് അല്ലേ? പ്രമേഹത്തിനെയാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അതായത് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരാശരിയിൽ നിന്നും 126ന് മുകളിൽ ഉയരുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അങ്ങനെ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? അമിതദാഹം ഉണ്ടായിരിക്കും, വിശപ്പുണ്ടായിരിക്കും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ശരീരഭാരം കുറയൽ, ക്ഷീണം എന്നിവയൊക്കെ ഈ ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. അമിതദാഹം, വിശപ്പ്, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ശരീരഭാരം കുറയൽ, ക്ഷീണം എന്നിവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇവിടെ നമുക്ക് കുറച്ച് പഠനങ്ങൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് പത്രവാർത്തകളുടെ ആരോഗ്യ ലേഖനത്തിൽ നിന്നൊക്കെ കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഇന്ത്യയിൽ 100 മില്യണിലധികം പേർ പ്രമേഹ രോഗികളാണ്. 4 വർഷത്തിൽ 44% വർധനവ് സംഭവിച്ചിട്ടുണ്ട്. പ്രമേഹത്തെ അവഗണിക്കരുത്. അതുപോലെ ഭാരക്കൂടുതലുള്ള കുട്ടികളിലാണെങ്കിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാനായിട്ട് പറ്റും. സ്കൂളുകളിൽ ഷുഗർ ബോർഡുകൾ വേണം, ബോധവൽക്കരണം നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. പ്രമേഹ രോഗികളുടെ എണ്ണം ലോകവ്യാപകമായി വർദ്ധിച്ചു വരുന്നുണ്ട്. അവഗണിച്ചാൽ എന്തൊക്കെ ഉണ്ടാവാം? ഹൃദ്രോഗമുണ്ടാവാം, സ്ട്രോക്ക് ഉണ്ടാവാം, വൃക്ക രോഗങ്ങൾ, കാഴ്ചാ പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാകാം. പ്രമേഹം 2 തരത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും നോക്കി PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ടേബിൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കാം.
അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രമേഹ രോഗികളുടെ എണ്ണം കൂടി വരാണ്. ഈ രോഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? ഹൃദ്രോഗം ഉണ്ടാകാം, സ്ട്രോക്ക് ഉണ്ടാവാം, വൃക്കരോഗങ്ങൾ ഉണ്ടാവാം, കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇനി പ്രമേഹം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത്. പ്രമേഹം എന്താണ്? രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത്. ഇൻസുലിൻ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, ഭക്ഷണ നിയന്ത്രണമില്ലായ്മ, ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയൽ തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 2 പ്രമേഹം എന്ന് വെച്ചാൽ എന്താണ്? ഇൻസുലിൻ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, ഭക്ഷണ നിയന്ത്രണമില്ലായ്മ, ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയൽ, ഇൻസുലിൻ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, ഭക്ഷണ നിയന്ത്രണമില്ലായ്മ, ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയുക എന്നീ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഒരു പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് മൂലം ഇൻസുലിൻ ഉൽപ്പാദനശേഷി ഇല്ലാതാകുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുമ്പോൾ ഇൻസുലിൻ ഇല്ലാതാക്കാണ്. അതായത് നമ്മൾ പറഞ്ഞു ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇൻസുലിൻ്റെ ഉൽപ്പാദനശേഷി ഇല്ലാതാകുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് 2 പ്രമേഹം എന്ന് വെച്ചാൽ എന്താണ്? ഇൻസുലിൻ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, ഭക്ഷണ നിയന്ത്രണം ഇല്ലായ്മ, അതുപോലെ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയാൽ ഇൻസുലിൻ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകളായിരിക്കാം. ഇൻസുലിൻ ഉൽപ്പാദനക്ഷമത കുറയാം, അല്ലെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കാതെ ഇരിക്കുക. അപ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന പ്രമേഹത്തെയാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് 1 പ്രമേഹം എന്ന് വെച്ചാലോ ഇൻസുലിൻ ഉൽപ്പാദനശേഷി ഇല്ലാതാകുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുകയും അതിനനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും പ്രമേഹ രോഗാവസ്ഥ നേരത്തെ തിരിച്ചറിയുകയും ചെയ്യേണ്ടത് ആരോഗ്യ പരിപാലനത്തിൽ നിർണായകമാണ്. അനാരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമത്തിൻ്റെ കുറവ് എന്നിവ കുട്ടികളിൽ ടൈപ്പ് 2 പ്രമേഹം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ കുട്ടികളിൽ ടൈപ്പ് 2 പ്രമേഹം കാണപ്പെടുന്നുണ്ട്. ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത് ഭക്ഷണശീലം, അല്ലേ, കറക്റ്റായിട്ടുള്ള ഭക്ഷണശീലമില്ലായ്മ, അതുപോലെ വ്യായാമത്തിൻ്റെ കുറവ് മൂലമൊക്കെ എന്തുണ്ടാവാറുണ്ട്? ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ വരെ. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പ്രധാനപ്പെട്ട കുറച്ച് ഗ്രന്ഥികളുണ്ടല്ലോ. അഡ്രിനൽ ഗ്രന്ഥി, അല്ലേ, അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യുന്ന ഗ്രന്ഥിയുണ്ട്. ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. അതുപോലെ തന്നെ പീനിയൽ ഗ്രന്ഥി, വേറെയും ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അല്ലേ. ഉറക്കം ഉണരലൊക്കെ സഹായിക്കുന്നതാണ് പീനിയൽ ഗ്രന്ഥിയാണ്. അതുപോലെ തന്നെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്, അല്ലേ. എന്താണ് വാസോപ്രസിനും ഓക്സിറ്റോസിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് തലാമസ് ആണ്. പാൽച്ചുരത്തിന് സഹായിക്കുന്ന ഓക്സിറ്റോസിൻ. അങ്ങനെ ഇനിയും കുറേ ഹോർമോൺസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ 2-3 ഹോർമോൺസ് മാത്രമാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. പ്രത്യുൽപാദനമായി ബന്ധപ്പെട്ട ഹോർമോൺസ് ഉണ്ട്, അല്ലേ. വിശപ്പ് കൂട്ടുന്നതും കുറയ്ക്കുന്നതിനുള്ള ഹോർമോൺസ് ഉണ്ട്. ജീവികളിൽ കുറച്ച് ഹോർമോൺസ് ഉണ്ട്. അത് ചെറിയൊരു 2 പേജോളം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.